സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വ്യാഴമാറ്റം പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഇതിന്റെ സ്ഥിതിയും ഗതിയും അവസ്ഥയുമാണ്. 2024 മെയ് 1 മുതൽ 2025 വരെ ഇവരുടെ വ്യാഴമാറ്റം എങ്ങനെയെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നു. നല്ല അനുഭവമാണോ, മോശപ്പെട്ട അനുഭവമാണോ, അതോ സാത്വിക അനുഭവങ്ങളാണോ എന്നതെല്ലാം നമുക്കിവിടെ ഈ വീഡിയോയിൽ കൂടെ അറിയാൻ സാധിക്കും. ഞാൻ മലയൻകീഴ് പുരുഷോത്തമൻ. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രം 2 കൂറുകളിൽ അറിയപ്പെടുന്നു. ഒന്ന് കുംഭക്കൂറും, 2 മീനക്കൂറും. കുംഭക്കൂറുകാർക്ക് ശനിയുടെ സ്വാധീനം കൂടിയിരിക്കും, മീനക്കൂറുകാർക്ക് വ്യാഴന്റെ സ്വാധീനം കൂടിയിരിക്കും. അപ്പം ശനിയും വ്യാഴനും ഇവർക്ക് ഈ രണ്ടിൻ്റെയും സ്വാധീനം കൊണ്ട് ഇവർക്ക് ഇപ്പോൾ നടക്കുന്ന ജന്മശനിയും വ്യാഴന്റെ മാറ്റം അനുകൂല സ്ഥിതി കൊണ്ട് കുംഭക്കൂറുകാർക്ക് അനുകൂല സ്ഥിതിയും വ്യാഴന്റെ, മീനക്കൂറുകാർക്ക് അല്പം പ്രതികൂല സ്ഥിതിയും ഉണ്ട്. എങ്കിലും ഇവർ രണ്ടുപേർക്കും വ്യാഴ ശനി ബന്ധമുള്ളത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ചിലർ ഏഴാണ്ട ശനി എന്നും പറഞ്ഞ് ഭയന്നുകൊണ്ട് ഇരിക്കുന്നവരുമുണ്ട്. ഏഴര ശനി ജന്മശനി നടക്കുന്നുവെങ്കിലും ഇവരെ വലുതായി ഈ ഗ്രഹദോഷം ബാധിക്കുകയില്ല. ഇവർ പൊതുവെ ത്യാഗികളും സത്യസന്ധന്മാരും പ്രതാപികളും പ്രശസ്തരും ത്യാഗമായ ജീവിതം നയിക്കുന്നവരുമായിരിക്കും. ഏത് കാര്യം ഇവരെ ഏൽപ്പിച്ചിരുന്നാലും നിമിഷ നേരം കൊണ്ട് ചെയ്യുന്ന തൊഴിലക്കാരാണ് പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ. ഇവർക്ക് സ്വന്തമായി ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായത്തിൽ തൂങ്ങി നിൽക്കുകയും അത് വഴി വളരെ ഉത്തമമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നവരാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരിൽ കൂടുതലും വിദേശത്തും സ്വദേശത്തും വസിക്കുന്നവരും ധാരാളമായി കാണപ്പെടുന്നു. എങ്കിലും ഇവർ പൊതുവെ സത്യസന്ധരും സത്യത്തെ മാത്രം മുറുകെ പിടിക്കുന്നവരും ഇവരുടെ ജീവിതത്തിൽ ധാരാളം സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുന്നവരുമായിരിക്കും. കൂടുതലും ഇവർ സർക്കാർ ജോലി ലഭിക്കുന്ന ധാരാളം ആൾക്കാരുമുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് വസിക്കുന്നവരും ധാരാളമുണ്ട്. വിദേശ സ്വദേശവാസം ഇവർക്ക് ഇടവിട്ട് അനുഭവിക്കേണ്ടി വരും. ഉദ്യോഗ ലെവലിൽ നോക്കിയാൽ മേലുദ്യോഗസ്ഥന്മാർ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അവരെ കാര്യങ്ങൾ നടത്തി തീർക്കുന്നതിൽ മറ്റുള്ളവരെ ധാരാളം സഹായിക്കുകയും അവർക്ക് വേണ്ടി ഏത് കാര്യത്തിനും കൂടെ നിൽക്കുകയും ചെയ്യും. പൊതുവെ ഇവർ നിയമത്തിന് അധീനരാണ്. നിയമമായ ഏത് കാര്യവും നിയമപ്രകാരം മാത്രമേ ചെയ്യുകയുള്ളൂ. ചിലർക്ക് സർക്കാർ ജോലിയുണ്ട്, ചിലർക്ക് വലിയ വ്യവസായികളും ആയിരിക്കും, ചിലർ അവരുടേതായ കഴിവിനനുസരിച്ചുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുമായിരിക്കും. സ്ത്രീ പുരുഷ ഭേദമെന്ന അധ്വാനത്തിൽ ഇവർ ഒട്ടും പിന്നിലല്ല. ഇവർ കുടുംബത്തെ സ്നേഹിക്കുന്നവരും പൂർവികമായ ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരും ഗുരുക്കന്മാരെ സ്നേഹിക്കുന്നവരുമായിരിക്കും. പൊതുവെ ഇവരുടെ ജീവിതത്തിന്റെ ഉയർച്ച വരുന്നത് 30, 31, 32 വയസ്സ് കാലങ്ങളിലാണ്. ഈ കാലഘട്ടം മുതൽ ഇവർ സാമ്പത്തികമായും സന്താനപരമായും മാനസികമായും കുടുംബജീവിതത്തിൽ ഏറ്റവും പുഷ്ടി ഉണ്ടായിരിക്കും. പുരുഷന്മാരാണെങ്കിൽ. സ്ത്രീകളാണെങ്കിൽ 23, 24 ഈ കാലങ്ങളിൽ തൊഴിൽ ലഭിക്കുകയും അവർക്ക് ആ തൊഴിലിൽ നിന്ന് ഭാഗ്യവും ഐശ്വര്യവും 22.5-ക്കും 23.5, 24 അവർക്ക് വിവാഹവും സാമാന്യം അവർക്ക് ഉദ്യോഗവും ലഭിക്കും. ഉദ്യോഗം ലഭിച്ച ശേഷം ചിലർ പഠിക്കുന്നതായി നാം കാണാറുണ്ട്. പൊതുവെ ഗ്രഹം കുംഭക്കൂറുകാർക്ക് ഗ്രഹം വയ്ക്കുവാനുള്ള യോഗവും
കാണപ്പെടുന്നു. പൂർത്തിയാകുകയില്ല എങ്കിലും കടം വാങ്ങിച്ചെങ്കിലും ലോൺ എടുത്തെങ്കിലും ഇവർ ഗൃഹനിർമ്മാണം നടത്തും. അതുപോലെ തന്നെ ഉദ്യോഗത്തിന് കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കും. അതുപോലെ മീനക്കൂറുകാർക്ക് 3-ലെ വേഴൻ 7-ൽ നോക്കുന്നതുകൊണ്ട്, നിവൃത്തി സ്ഥാനത്ത് നോക്കുന്നതുകൊണ്ട് വിവാഹത്തിന് അനുകൂലമായ അവർക്ക് വിവാഹം നിശ്ചയിക്കുവാനും പിന്നീട് അതിൻ്റെ വിവാഹ വഴിക്ക് പോകുവാനും സമയം അനുകൂലം. സന്താനങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും സന്താന യോഗത്തിനുള്ള കാലഘട്ടമാകുന്നു. പൊതുവെ സമ്പന്നമായ കുടുംബജീവിതം സ്ത്രീ പുരുഷ ഭേദമെന്ന് അനുഭവിക്കുന്നവരായിരിക്കും. ചില പുരുഷന്മാർക്ക് 25-27 വിവാഹം നടക്കും, ചിലർക്ക് 30 ശേഷം നടക്കും. സ്ത്രീകൾക്കാണെങ്കിൽ 24-25, അഥവാ 25-ൽ അവരൊക്കെ നടന്നില്ലെങ്കിൽ 27 നടക്കും. ചിലപ്പോൾ 22-ലും നടന്നേക്കാം. 22 നടക്കുമ്പോൾ അവർക്ക് ശനിദശയുടെ ബന്ധമുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും തൊഴിൽ സംബന്ധമായ 2 സ്ഥലത്തൊക്കെ ഇരിക്കാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട്. അതുപോലെ പഠനത്തിനും ഇവർ പൊതുവെ മോശക്കാരല്ല. കവികൾ, കലാകാരന്മാർ, അഭിനേതാക്കൾ, നൃത്തം, അതുപോലെ തന്നെ നാടകം, നാടൻ കല, ഇതിലെല്ലാം ഇവർ പ്രത്യേകം അഭിരുചിയുള്ളവരായിരിക്കും. ശരീര ബുദ്ധി പൊതുവെ ഇവർക്ക് എപ്പോഴും അനുകൂലമായിരിക്കും. ശനിയുടെ സ്ഥിതി ഇവരെ വലിയ ദോഷം ചെയ്യുകയില്ല. എങ്കിലും ഇവർ ഇടയ്ക്ക് വാദത്തിനും ജലദോഷത്തിനും കഫത്തിനും അടിമപ്പെട്ടിരിക്കും. താൽക്കാലികമായി മാത്രം എന്നുള്ളതേ ഉള്ളൂ. അതേസമയം ഒരു 40-45 വയസ്സായ അതിനുശേഷമുള്ളവർക്ക് സന്താനങ്ങൾക്ക് വേണ്ടി തൊഴിലിൽ ജാഗ്രതയാവുകയും അവർക്ക് വേണ്ടി സാമ്പത്തിക നേട്ടങ്ങൾ ധാരാളം ഉണ്ടാക്കിക്കൊടുക്കുവാനും സാധിക്കും. പിന്നെ പൊതുവെ ഇവരിൽ നിന്നും വ്യാഴമാറ്റം ശുഭ അനുഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ജന്മശനി നടക്കുന്നു എന്നും പറഞ്ഞ് കുംഭക്കൂറുകാരും വിഷമിക്കേണ്ട കാര്യമില്ല. മറ്റ് ഗ്രഹങ്ങളൊക്കെ അവർക്ക് അനുകൂലമാണ്. ആയതിനാൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും. കൂടുതൽ പൈസ മുടക്കി തൊഴിലോ അല്ലെങ്കിൽ കടം കൊടുപ്പോ പണമിടപാടുകൾ ശ്രദ്ധിക്കുക. പുതിയ വാഹനങ്ങൾ വാങ്ങി കൂട്ടേണ്ട കാര്യമില്ല. താൽക്കാലികമായി ഉള്ള വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഉത്തമമായിരിക്കും. പൊതുവെ ഇവർ ജനിക്കുന്നത് വ്യാഴദശയിലാണ്. വ്യാഴൻ ഏതാണ്ട് 16 കൊല്ലം ഉണ്ടെങ്കിലും ഇവർക്ക് ചിലവർക്ക് 7 കൊല്ലം, ചിലർക്ക് 5 കൊല്ലം, ചിലർക്ക് 10 കൊല്ലം, ചിലർക്ക് 12 കൊല്ലം ഇങ്ങനെ കിട്ടും. വ്യാഴദശ കഴിഞ്ഞാൽ അടുത്ത ശനി ദശയാണ് 19 കൊല്ലം. ശനി ഇവർക്ക് വലിയ ദോഷങ്ങൾ ചെയ്യുകയില്ല. കാരണം കുംഭരാശിക്കാർക്ക് ശനി അനുകൂലമായിരിക്കും. അത് കഴിഞ്ഞാൽ വരുന്നത് ബുധദശയാണ്. ബുധദശാകാലത്ത് ഇവർക്ക് കൂടുതൽ സമ്പന്നതയും നല്ല ഗ്രഹയോഗവും സന്താനങ്ങളെ കൊണ്ട് ഉന്നതിയും സന്താന ഐശ്വര്യവും ഭാഗ്യവും ഉന്നത ഗൃഹനിർമ്മാണവും അനുകൂലമാകുന്നു. ബുധദശ കഴിഞ്ഞാൽ അവർക്ക് 7 കൊല്ലം കേതുദശ. കേതുദശയിൽ അല്പ സ്ഥാനമാറ്റം, രോഗദുരിതങ്ങൾ എന്നിവ ഉണ്ടാകും. എങ്കിലും ഭയക്കേണ്ടതില്ല. അത് കഴിഞ്ഞാൽ വരുന്നത് ശുക്രദശ 20 കൊല്ലം. ശുക്രദശ ഇവർക്ക് വളരെ അനുകൂലങ്ങൾ ചെയ്യും. സന്താനങ്ങൾക്ക് ഉദ്യോഗ വിജയങ്ങളും പുത്രപൗത്ര സൗഖ്യവും കുടുംബ സൗഖ്യവും ഗാർഹിക സൗഖ്യവും മാനസിക സൗഖ്യവും തൊഴിൽപരമായി എന്തെങ്കിലും കർമ്മങ്ങളിൽ പുതിയ തൊഴിലുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. പൊതുവെ ഇവർ സത്യസന്ധത കൊണ്ട് കാര്യങ്ങളെല്ലാം വിജയിച്ച് നല്ല നിലയിൽ എത്തുന്നതാണ്. ഇവർക്ക് ശനിയുടെ ബന്ധമുള്ളത് കൊണ്ട് താൽക്കാലികമായി നല്ല തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മൃത്യുഞ്ജയ യന്ത്രം ദേവരക്ഷ ധരിച്ചു കൊള്ളുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ശിവക്ഷേത്ര ദർശനവും മഹാവിഷ്ണുവിൻ്റെ
ക്ഷേത്ര ദർശനവും ഗണപതി ക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനവും വളരെ അത്യാവശ്യമാകുന്നു. ചിലർ പറയാറുണ്ട് പൂരുരുട്ടാതിയായിട്ട് ഞാൻ നന്നാണുള്ളതാണ്. അതിൻ്റെ തക്കതായ സമയം നല്ല ഗ്രഹനില അനുസരിച്ച് നല്ല ഗ്രഹത്തിൻ്റെ സഞ്ചാരകാലത്ത് ഇവർക്ക് പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. ചില കിടക്ക രോഗികളുണ്ട്, അവർക്കും ഈ വർഷവും അടുത്ത വർഷവും ഭയക്കേണ്ടതില്ല. ചികിത്സ കൊണ്ട് അവർക്ക് വളരെ മാറ്റങ്ങളും നല്ല ശുഭ അനുഭവങ്ങളും കൈക്കൊള്ളുവാൻ സാധിക്കും. സർവേശ്വരകാരകനായ വ്യാഴൻ പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് അനുഗ്രഹവും ഭാഗ്യവും ഐശ്വര്യവും നൽകട്ടെ. നിങ്ങൾ മുടങ്ങാതെ ശിവക്ഷേത്ര ദർശനവും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനവും കൃഷ്ണന് പാൽപായസവും ഭാഗ്യസൂത്രാർച്ചനയും മുറതെറ്റാതെ നടത്തിക്കൊള്ളുക. നിങ്ങളുടെ സകല ദോഷങ്ങളും മാറുമെന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു എന്ന് മലയങ്കിരി പുരുഷോത്തമൻ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് ദേവീശ്വരനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു.